ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുകയിൽ 4 ഇരട്ടി വർധനയുണ്ടായതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കരുത്തുറ്റതും സുസ്ഥിരവുമായി തുടരുന്നുവെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദിയുടെ ഉപയോഗം വിപുലമാക്കുന്നതിനുള്ള ഹിന്ദി അറ്റ് UN പദ്ധതിക്കായി $1.16 ദശലക്ഷം സംഭാവന നൽകി ഇന്ത്യ. കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. ഇന്ന് വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ വടക്കുകിഴക്കൻ മേഖലയുടെ വികസനത്തിന് കഴിഞ്ഞ 10 വർഷത്തിൽ സർക്കാർ അനുവദിക്കുന്ന തുകയിൽ 4 ഇരട്ടി വർധനയുണ്ടായതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. നിർമ്മാണ, സേവന, കാർഷിക മേഖലയ്ക്ക് തുല്യ പ്രാധാന്യമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ പതിപ്പുകൾ ലോക്സഭയുടെയും രാജ്യസഭയുടെയും മേശപ്പുറത്ത് വച്ചു. അതേസമയം രാജ്യം നേരിടുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം തുടങ്ങിയ വിഷയങ്ങൾ പ്രസംഗത്തിൽ പരാമർശിച്ചില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷ നേതാക്കൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി പാർലമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി, TMC MP കല്യാൺ ബാനർജി, NCP ശരത് പവാർ വിഭാഗം MP സുപ്രിയ സുലെ, സമാജ്വാദി പാർട്ടിയുടെ ഡിംപിൾ യാദവ്, RJDയുടെ മിസ ഭാരതി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ബീഹാർ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 6 MPമാർ ഇന്നലെ രാജ്യസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ ഇവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോൺഗ്രസ് MP അഖിലേഷ് പ്രസാദ് സിംഗ്, JMMലെ സർഫറാസ് അഹമ്മദ്, BJPയുടെ പ്രദീപ് കുമാർ വർമ്മ, ബൻഷിലാൽ ഗുർജാർ, മായ നരോലിയ, ബാലയോഗി ഉമേഷ് നാഥ് എന്നിവരാണ് രാജ്യസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തത്. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭക ദിനത്തിൽ 2 പുതിയ പദ്ധതികൾ ആരംഭിച്ച് കേന്ദ്രമന്ത്രി ജീതൻ റാം മാഞ്ചി. 5 ലക്ഷം സൂക്ഷ്മ, ചെറുകിട സംരംഭങ്ങളെ ലക്ഷ്യമിട്ടുള്ള MSME ടീം പദ്ധതിക്കും വനിതാ സംരംഭകർക്ക് ആവശ്യമുള്ള പിന്തുണയും സഹായവും ലക്ഷ്യമിട്ടുള്ള യശസ്വിനി പദ്ധതിക്കുമാണ് അദ്ദേഹം തുടക്കമിട്ടത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കരുത്തുറ്റതും സുസ്ഥിരവുമായി തുടരുന്നുവെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. രാജ്യത്തെ വാണിജ്യ ബാങ്കുകളുടെ മൊത്ത നിഷ്ക്രിയ ആസ്തി കുറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. ഭൌമരാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമായി തുടരുന്നെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദിയുടെ ഉപയോഗം വിപുലമാക്കുന്നതിനുള്ള ഹിന്ദി അറ്റ് UN പദ്ധതിക്കായി ഇന്ത്യ $1.16 ദശലക്ഷം സംഭാവന നൽകി. ഇന്ത്യയുടെ UN സ്ഥിര പ്രതിനിധി R. രവീന്ദ്ര ഇതുമായി ബന്ധപ്പെട്ട ചെക്ക് UN ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് ന്യൂസ് ആൻഡ് മീഡിയ വിഭാഗം ഡയറക്ടർക്ക് കൈമാറി. ഹിന്ദി ഭാഷയിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുജന സമ്പർക്കം വർദ്ധിപ്പിക്കുന്നതിനും ഹിന്ദി സംസാരിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ അവബോധം നൽകുന്നതിനുമുള്ള UNDGCയുടെ പദ്ധതിയാണ് ഹിന്ദി അറ്റ് UN. 2018 മുതൽ ഇന്ത്യ ഇതിൽ പങ്കാളിയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. കൂൺ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന നടപ്പാക്കി വരുന്ന കൂൺ ഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മന്ത്രി P. പ്രസാദ് കൊല്ലത്ത് നിർവഹിക്കും. കൂൺ കൃഷിയിൽ മാതൃകാപരമായ നേട്ടങ്ങൾ കൈവരിച്ച മികച്ച കർഷകരെ മന്ത്രി J. ചിഞ്ചുറാണി ചടങ്ങിൽ ആദരിക്കും. കാർഷിക മേഖലയിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും ഉൾപ്പെടെ സർക്കാർ സഹായത്തോടെ സംസ്ഥാന വ്യാപകമായി 100 കൂൺ ഗ്രാമങ്ങൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിൽ കർഷകർക്കായി സമഗ്രമായ പരിശീലന പരിപാടികളും നടപ്പിലാക്കും.
കേരളത്തിൽ തുടരുന്ന കനത്ത മഴയിൽ വ്യാപക നാശം. തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമായി. മലയോര മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. ഇന്ന് വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട മുതൽ കോഴിക്കോട് വരെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം കനത്ത മഴയെ തുടർന്ന് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കൊല്ലം, കോഴിക്കോട്, തൃശൂർ, വയനാട് ജില്ലകളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചു. ലക്ഷദ്വീപിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന 4 രോഗികളെ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് കൊച്ചിയിലെത്തിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഡോണിയർ വിമാനങ്ങളിൽ 2 കുഞ്ഞുങ്ങളും ഒരു സ്ത്രീയുമടക്കം 4 പേരെ അഗത്തിയിൽ നിന്ന് കൊച്ചിയിലെത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. ഗുയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 68 റൺസിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 171 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 16.4 ഓവറിൽ 103 റൺസിന് എല്ലാവരും പുറത്തായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. മധുരതരമായ പ്രതികാരത്തിന് മഴ സാക്ഷിയായപ്പോൾ ഗയാനയിൽ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി ഇന്ത്യയുടെ വീരോചിത മുന്നേറ്റം. സ്പിന്നർമാരുടെ മികച്ച പ്രകടനത്തിന്റെ മികവിലായിരുന്നു 2022 ഓസ്ട്രേലിയയിൽ ഏറ്റ പരാജയത്തിന് ഇന്ത്യ ഇംഗ്ലീഷുകാർക്ക് മറുപടി നൽകിയത്. അസ്കർ പട്ടേലും കുൽദീപ് യാദവും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി. ജസ്പ്രീത് ബുംറ 2 വിക്കറ്റുകൾ നേടി. ബാറ്റിംഗിലും ബൌളിംഗിലും നേടിയ ഓൾറൗണ്ട് മികവിന്റെ ബലത്തിൽ തീർത്തും ആധികാരികമായിരുന്നു ടീം ഇന്ത്യയുടെ വിജയം. ബാറ്റിംഗിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയും സൂര്യകുമാർ യാദവിന്റെ 47 റൺസും ഇന്ത്യൻ ടോട്ടൽ മികച്ചതാക്കുന്നതിൽ നിർണായകമായി. ശനിയാഴ്ച രാത്രി 8 നടക്കുന്ന ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെ നിലംപരിച്ചാക്കിയ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. അടുത്ത മാസം നടക്കുന്ന പാരീസ് ഒളിമ്പിക്സ് വനിതകളുടെ 400 മീറ്റർ ഓട്ടത്തിൽ യോഗ്യത നേടി ഇന്ത്യൻ താരം കിരൺ പാഹൽ. പഞ്ച്കുലയിൽ നടന്ന ദേശീയ അന്തർ സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 50.92 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് ഹരിയാന സ്വദേശിനിയായ ഈ 24-കാരി യോഗ്യത ഉറപ്പാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 111-ാം പതിപ്പാണിത്. തുടർച്ചയായി 3-ാം തവണയും പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ എപ്പിസോഡ് കൂടിയാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി കേൾക്കാവുന്നതാണ്. അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യം സംബന്ധിച്ച US കമ്മീഷൻ റിപ്പോർട്ടിനെ അപലപിച്ച് ഇന്ത്യൻ മൈനോറിറ്റീസ് ഫൗണ്ടേഷൻ അഫ്ഗാനിസ്ഥാൻ, ക്യൂബ, ഉത്തര കൊറിയ, റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള സ്വേച്ഛാധിപത്യ ഭരണത്തിനൊപ്പം ഇന്ത്യയെ ഉൾപ്പെടുത്തിയത് രാജ്യത്തിന്റെ ജനാധിപത്യം, വിഭിന്ന സംസ്കാരം, ജനസമൂഹം എന്നിവയോടുള്ള അനാദരവാണെന്ന് ഫൗണ്ടേഷൻ കുറ്റപ്പെടുത്തി. റിപ്പോർട്ട് കമ്മീഷന്റെ വിശ്വാസ്യതയ്ക്ക് വിള്ളലുണ്ടാക്കുകയും ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് തെറ്റായ കാഴ്ചപ്പാടുണ്ടാക്കുകയും ചെയ്യുമെന്ന് ഫൗണ്ടേഷൻ പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സഹകരണത്തോടെ കാഴ്ച പരിമിതിയുള്ളവർക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കും. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ, SH പഞ്ചാബകേശൻ, സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അഷ്റഫ് കാവിൽ എന്നിവർ സെമിനാർ നയിക്കും. ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സൊരേന്റെ ജുഡീഷ്യൽ കസ്റ്റഡി 14 ദിവസം കൂടി നീട്ടി. റാഞ്ചി പ്രത്യേക കോടതിയാണ് കസ്റ്റഡി നീട്ടിയത്. ബിർസ മുണ്ട സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഝാർഖണ്ഡ് മുക്തി മോർച്ച നേതാവ് ഹേമന്ത് സൊരേനെ കഴിഞ്ഞ ജനുവരി 31-നാണ് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. അടുത്ത മാസം 11-ന് സൊരേനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 2 പേരെ CBI അറസ്റ്റ് ചെയ്തു. ബീഹാറിലെ പട്നയിൽ നിന്നാണ് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ വടക്കുകിഴക്കൻ മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുകയിൽ 4 ഇരട്ടി വർധനയുണ്ടായതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ കരുത്തുറ്റതും സുസ്ഥിരവുമായി തുടരുന്നുവെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദിയുടെ ഉപയോഗം വിപുലമാക്കുന്നതിനുള്ള ഹിന്ദി അറ്റ് UN പദ്ധതിക്കായി $1.16 ദശലക്ഷം സംഭാവന നൽകി ഇന്ത്യ. കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. ഇന്ന് വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി.
2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.